അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു FIR എടുക്കും. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ കേരളത്തിൽ അഴിമതി ഇല്ല എന്റെ ഭരണത്തിലെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർ അനുഭവിക്കുന്നത് അഴിമതി ഇല്ല എന്നുള്ളതാണോ? അല്ലല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർക്ക് മാത്രമേ ഈ തുല്യതയുള്ളൂ. അല്ലാതെ അതിന് മുകളിലേക്കുള്ളവർക്ക് തുല്യതൊന്നും അല്ല ഇവിടെ ഇപ്പോഴും ഇന്ത്യയിലും അല്ല കേരളത്തിലും അല്ല എന്നുള്ളത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അതൊരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഇന്ററപ്ഷൻ അല്ലേ? അങ്ങനെ നമ്മൾ മിണ്ടാൻ പറ്റില്ല എന്ന് പറയും. പിണറായി ഗവൺമെന്റ് വന്ന സമയത്ത് സാറിന് ശരിക്കും അന്ന് വിജിലൻസിന്റെ മേധാവിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. കുറച്ച് മാസങ്ങളോളം അതായത് വളരെ നല്ല രീതിയിലാണ് പോയത്. പക്ഷെ പിന്നീട് ആ റിതം അങ്ങ് നഷ്ടപ്പെടുമായിരുന്നു. എന്താണ് അത് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം? നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ കരുതുന്നത് പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ആദ്യത്തെ ഈ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുമല്ലോ, ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിജിലൻസിനെ സംബന്ധിച്ച് ഒരു നയപ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് ഓരോ വകുപ്പുകൾ എഴുതി കൊടുക്കുന്നത് സമന്വയിച്ചിട്ടാണ് ഈ നയപ്രഖ്യാപനങ്ങൾ വരുന്നത്. അപ്പോൾ വിജിലൻസിൽ നിന്ന് നമ്മൾ തന്നെ എഴുതി കൊടുത്തതാണ് സീറോ ടോളറൻസ് ടു കറപ്ഷൻ. That should be felt by everyone and visible to everyone. അതായത് കേരളത്തിന്റെ വിജിലൻസ് നയം എന്ന് പറയുന്നത്, അത് അഴിമതി വിരുദ്ധ നയം എന്ന് പറയുന്നത് ഒരു 100% അസഹിഷ്ണുത അഴിമതിയോട്, അതിന് സീറോ ടോളറൻസ് ഉണ്ട്. 100% അസഹിഷ്ണുതയാണ്. അതായത് നമ്മൾ വെച്ചു ഉറപ്പിക്കത്തില്ല അഴിമതി എവിടെ കണ്ടാലും നമ്മളതിനെ ഒരു സഹിഷ്ണുതയും അതിനോടില്ല. അങ്ങനെ അതിനെ നേരിടും. ആ നേരിടുന്ന എങ്ങനെയാണ്? അത് എല്ലാവർക്കും കാണാനും പറ്റണം, എല്ലാവർക്കും അത് അനുഭവപ്പെടാനും പറ്റണം. നമ്മൾ പറയുമല്ലോ, ഈ നമ്മളൊരു നല്ല ആളായിട്ട് ആയാൽ മറ്റുള്ളവർക്കും കൂടെ തോന്നണമെന്ന് എന്ന് പറഞ്ഞതുപോലെ സർക്കാരിന്റെ അഴിമതി വിരുദ്ധത എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കാണാൻ പറ്റണം, അവർക്കത് അനുഭവപ്പെടുകയും ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഫയലിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോഴത്തേനും അവരെ 10 പ്രാവശ്യം നടത്തിക്കുക, അല്ലെ പൈസ കൊടുത്താൽ പെട്ടെന്ന് നടക്കും, അല്ലെ ഒരു ശുപാർശ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥക്കൊക്കെ. അപ്പൊ അത് മാറി എന്ന് പറഞ്ഞാലല്ലേ സാധാരണക്കാർക്ക് അത് വിസിബിളായി. കേരളത്തിൽ അഴിമതിയില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ കേരളത്തിൽ അഴിമതി ഇല്ല എന്റെ ഭരണത്തിലെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർ അനുഭവിക്കുന്നത് അഴിമതി ഇല്ല എന്നുള്ളതാണോ? അല്ലല്ലോ. വിസിബിളായിട്ട് അഴിമതിയുണ്ട്. സാധാരണക്കാരുടെ അനുഭവം എന്ന് പറയുന്നത് അഴിമതി ഉണ്ട് എന്നുള്ളതാണ്. അന്നത്തെ ഈ 2016 എന്നെ അപ്പോയിന്റ് ചെയ്തപ്പോഴത്തേന് ഒരു സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഇതായിരുന്നു, സീറോ ടോളറൻസ് ടു കറപ്ഷൻ. പക്ഷെ അതിന് ആ സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്നുള്ള നയപ്രഖ്യാപനത്തിന് ശേഷം ആദ്യത്തെ കുറെ മാസങ്ങൾ അങ്ങനെ തന്നെ പോയി. അതിനുള്ള കുറേയധികം പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹമാണല്ലോ മന്ത്രി. കാരണം അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിലൊന്നായിരുന്നു ഈ EP ജയരാജനെതിരെയുള്ള, അന്ന് നമ്പർ 2 ആയിരുന്നു അദ്ദേഹം, വ്യവസായ മന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നു ഒരു പ്രഗത്ഭനായ ഒരു മന്ത്രി ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു FIR എടുത്തു, ബന്ധു നിയമന കേസ് എന്ന് പറയും. പിന്നീട് അത് തേഞ്ഞു പോയി എങ്കിലും അത് നമുക്ക് ജുഡീഷ്യറിയെ പറ്റി മിണ്ടാൻ പറ്റത്തില്ല. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമം ഉണ്ടല്ലോ, കണ്ടന്റ് ഓഫ് കോർട്ട് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു നിയമം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ല. പക്ഷെ അത് തേഞ്ഞു പോയി. പക്ഷെ തേഞ്ഞു പോയത് പോലീസിന്റെ കുഴപ്പം കൊണ്ടല്ല, അന്വേഷണ ഉദ്യോഗസ്ഥ കുഴപ്പം കൊണ്ടല്ല. കണ്ടന്റ് ഓഫ് കോർട്ട് ആക്ട് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ല. എന്തുകൊണ്ട് കേസുകൾ, പല അഴിമതി കേസുകളും തേഞ്ഞു പോകുന്നു എന്നുള്ളത് അതൊരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഇന്ററപ്ഷൻ അല്ലേ? അങ്ങനെ നമ്മൾ മിണ്ടാൻ പറ്റില്ല എന്ന് പറയുന്നത് ആണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് ബാധകമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ എടുക്കാൻ പറ്റുമോ? ഹൈക്കോടതി ജഡ്ജിക്കെതിരെ FIR എടുക്കാൻ വിജിലൻസിൽ പറ്റുമോ? പറ്റില്ല എന്ന് എനിക്കറിയാം. എനിക്ക് അനുഭവം ഉണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അന്ന് ഇവിടെ ഒരു ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്കെതിരെ ഒരു പരാതി വന്നപ്പോഴത്തേന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേന് എനിക്കുണ്ടായ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിയമം തുല്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർക്ക് മാത്രമേ ഈ തുല്യതയുള്ളൂ. അല്ലാതെ അതിന് മുകളിലേക്കുള്ളവർക്ക് തുല്യതൊന്നും അല്ല ഇവിടെ ഇപ്പോഴും ഇന്ത്യയിലും അല്ല കേരളത്തിലും അല്ല എന്നുള്ളത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എനിവേ, അത് വേറൊരു വിഷയം. ഈ EP ജയരാജന്റെ ഒരു കേസ് വന്നു, അദ്ദേഹത്തിന്റെ FIR എടുത്തു. അദ്ദേഹത്തിനെതിരെ പാർട്ടി അന്വേഷണം നടത്തി. പാർട്ടിയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടത് കൊണ്ടാണ് അദ്ദേഹത്തോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പാർട്ടി പറഞ്ഞിട്ടാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. അപ്പോൾ പാർട്ടി അന്വേഷിച്ചിട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടതാണ്. അപ്പോൾ പിന്നീട് നമ്മളുടെ ഈ കണ്ടന്റ് ഓഫ് കോർട്ട് ആക്ട് ഉള്ള കക്ഷികൾ അത് തേച്ച് മാറ്റി കളഞ്ഞാലും പാർട്ടി കണ്ടുപിടിച്ചാണല്ലോ. പാർട്ടിയുടെ അന്വേഷണവും പാർട്ടിയുടെ കോടതികളുമാണ് മറ്റേനേക്കാളും വലുതെന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവര് അത് സത്യം കണ്ടുപിടിച്ചു. അതിനുശേഷം അത് പോയി. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ കുറെ മുകളിലുള്ള ആളുകളുടെ അന്നത്തെ ഒരു സ്പോർട്സ്
കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്ന കോഴിക്കോട് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി മറ്റായിരുന്ന ഒരു കക്ഷിയുണ്ട്, പണ്ട് പേര് മറന്നുപോയി. അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നു, ഈ സ്പോർട്സ് ലോട്ടറി അങ്ങനത്തെ എന്തോ കാര്യങ്ങളെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് ഈ സീറോ ടോളറൻസ് ടു കറപ്ഷൻ ഒരു മേഴ്സിക്കുട്ടിയമ്മയുടെ ക്കെതിരെ അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷനും കശുവണ്ടി കൗൺസിലും ഒക്കെ അവിടുത്തെ ആരോപണങ്ങളെ പറ്റി, പിന്നെ അവിടുത്തെ ഞാൻ 2 FIR എടുത്തിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷന്. അപ്പോഴത്തേക്കും ഈ ഒരു സീറോ ടോളറൻസ് ടു കറപ്ഷൻ, സീറോ വേണ്ട എന്നുള്ള ഇതിലേക്ക് മാറിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം അദ്ദേഹത്തോട് ഞാൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ അനുമതി ഉള്ളതിന് മാത്രം FIR എടുത്താൽ മതി എന്നുള്ളതിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അത് പിന്നീട് അദ്ദേഹം പറയുന്നത് മാത്രം കേൾക്കുന്ന, അദ്ദേഹം പറയുന്നത് പോലെ മാത്രം കേസ്, കള്ളക്കേസും അല്ലാത്ത കേസും ഒക്കെ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോലീസും വിജിലൻസും ഒക്കെ മാറിയതിന്റെ ഒരു തുടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അവിടെ പ്രസക്തി ഇല്ലല്ലോ, തെറ്റാൻ പിന്നെ വേറെ മറ്റു കാരണങ്ങൾ വേണ്ട. അതാണ് എന്റെ കാരണം.